ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏസാർമുസ് ആണ്. അപ്പം മക്കളെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ NCERT ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചാപ്റ്റർ നിങ്ങളിങ്ങനെ പഠിച്ചു വരികയാണ് അല്ലേ. അപ്പോൾ സുവോളജിയിൽ നിങ്ങൾ ഇപ്പം ബുദ്ധിമുട്ടായി കണക്കാക്കുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണോ മിസ് എന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്റർ ആണ് മറ്റേത് ചാപ്റ്ററിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. അത് ഓണപരീക്ഷയോ ക്രിസ്മസ് പരീക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് എക്സാമോ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഈ ചാപ്റ്റർ ആണെങ്കിൽ അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റില്ല. കുറച്ച് കടുകട്ടിയ ചാപ്റ്റർ ആണ് അല്ലേ. കാരണം നമുക്ക് കുറെ ഫൈലം, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഓൾസോ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്തു നോക്കിയാൽ ക്വസ്റ്റ്യൻസിന് ഒരു പാറ്റേൺ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഫൈലത്തിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത തന്ന് അത് ഏത് ഫൈലമാണ്, ഏത് ക്ലാസ് ആണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പുഷ്പം പോലെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഐഡന്റിഫൈ ഈച്ച് ഫൈലം ഓർ ക്ലാസ് ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക് ഗിവൺ. അതായത് നമുക്ക് പഠിക്കാനുള്ള ഫൈലത്തിന്റെ ഒക്കെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫൈലം ഏതാണ് എന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു എന്നാണ് അർത്ഥം. നിങ്ങൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫൈലം ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യുക. സോ ഫസ്റ്റ് നോക്കിക്കേടാ, വാട്ടർ കനാൽ സിസ്റ്റം കൊയാനോസൈറ്റ്സ്. ഏതാ ഫൈലം എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? യെസ്, സിമ്പിൾ ആടാ, പോരിഫറ. ഏതാണ്? ഇറ്റ് ഈസ് പോരിഫറ അല്ലേ. അപ്പൊ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് പോരിഫറയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് വാട്ടർ ഓസ്ട്രിയ വഴി സ്പോഞ്ചോസിലിൽ എത്തുന്നു, ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു. സ്പോഞ്ചോസിൽ എന്ന് പറയുന്നവരുടെ ബോഡി ക്യാവിറ്റിനെ ലൈൻ ചെയ്ത് കാണുന്ന ഫ്ലജലേറ്റഡ് സെൽസ് ആണ് കൊയാനോസൈറ്റ്സ്. ഓക്കെ, അപ്പൊ അത് ഏതാണ് ഫൈലം? പോരിഫറയാണല്ലേ. ഓക്കെ, വാട്ടർ കനാൽ സിസ്റ്റം എന്നും പറയും, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നും പറയാറുണ്ട്. അടുത്തതാണ് നിഡോബ്ലാസ്റ്റ്, പിന്നെ മെറ്റാജെനസിസും. അപ്പൊ ഈ രണ്ട് ടേംസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് നിഡോബ്ലാസ്റ്റ്. ഏത് ഫൈലം? നിഡേരിയ. എല്ലടാ, എന്താണ്? സീലൻട്രേറ്റ അല്ലെങ്കിൽ നിഡേരിയ. നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അടങ്ങിയിട്ടുള്ള ഒരു സെല്ല് ഇവർക്കുണ്ട്, ഒരു സ്ട്രക്ചർ ഇവർക്ക് ഉണ്ടല്ലേ. യെസ്, ഡിഫൻസിന് വേണ്ടിയിട്ട്, അതുപോലെ ലൈക്ക് ആങ്കറേജിന് വേണ്ടിയിട്ടും പ്രീ ക്യാപ്ചറിന് വേണ്ടിയിട്ടും ഒക്കെ ഇവർ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്താണ് നിമാറ്റോസിസ്റ്റ് ഉള്ളത്. ഓക്കെ, നിഡോബ്ലാസ്റ്റ്, നിഡേരിയ. മെറ്റാജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെ. പോളിപ്പ് മെഡൂസിനെ ഉണ്ടാക്കുന്നു, മെഡൂസ പോളിപ്പിനെ ഉണ്ടാക്കുന്നു. ഇതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇതാണ് മെറ്റാജെനസിസ്. ആരുടെ ഫീച്ചർ ആണ്? നിഡേരിയയുടെ. കോംബ് പ്ലേറ്റ്സും ബയോലൂമിനസെൻസും. അതേതാ ഫൈലം? കോംബ് പ്ലേറ്റ്സും ബയോലൂമിനസെൻസും. ഇവരെ നമ്മൾ സീ വാൾനട്ട്സ്, കോംബ് ജെല്ലീസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇവരുടെ ബോഡി നമ്മൾ എടുത്ത് നോക്കിയാൽ എക്സ്റ്റേണലി 8 റോലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ പ്രകാശം പരത്തുന്ന ജീവികൾ, അതായത് കടലിൽ ഇവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ടോർച്ച് അടിക്കാനുള്ള കഴിവുണ്ട് അല്ലെ, വെളിച്ചം പടർത്താനുള്ള കഴിവുണ്ടല്ലേ. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ടിനോഫോറ. എന്താടാ? ടിനോഫോറ. They are ടിനോഫോറ. ഫ്ലെയിം സെൽസും ഇവർ എസിലോമേറ്റ്സ് ആണ്. അപ്പൊ എസിലോമേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവർക്ക് എന്തില്ല? ബോഡി ക്യാവിറ്റി ഇല്ല അല്ലെ. ഇനി ഫ്ലെയിം സെൽസ്, ഇവരുടെ എക്സ്ക്രീറ്ററി ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ആണ് ഫ്ലെയിം സെൽസ്. ഓക്കെ, അപ്പൊ അതേതാ ഫൈലം? എസിലോമേറ്റ്സ് എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലാറ്റി ഹെൽമിന്തസ്, ഫ്ലാറ്റ് വർംസ് അല്ലടാ, പ്ലാറ്റി ഹെൽമിന്തസ് അഥവാ ഫ്ലാറ്റ് വർംസ്. അപ്പൊ സ്യൂഡോസീലോമേറ്റ്സോ? സ്യൂഡോസീലോമേറ്റ്സ് ആരാണ്? ആഷ് ഹെൽമിന്തസ് അല്ലേ. യെസ്, ആഷ് ഹെൽമിന്തസ് ആണ്. അടുത്തത് നോക്കിക്കാം, മെറ്റാമറിസം, നെഫ്രീഡിയ, പാരപോഡിയ. ഈ 3 ടേമും ഏത് ഫൈലത്തിനോട് റിലേറ്റഡ് ആണടാ? മെറ്റാമറിസം അല്ല, മെറ്റാമറിസം അതായത് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡിയുള്ള ആൾക്കാരാണ്. ഏർത്തോമിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും അല്ലെ. നെഫ്രീഡിയ ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. അതേപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് എന്തുണ്ട്? എക്വാട്ടിക് ആൾക്കാർക്ക് പാരാപോഡിയ ഉണ്ട് നീന്താൻ. ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. യെസ്, ആനലിഡ എന്ന് പറയുന്ന ഫൈലം അല്ലേ, ആനലിഡ. പാരാപോഡിയ ഉള്ളത് ആർക്കാണടാ? നീറിസിന്. എക്വാട്ടിക് ആനലിഡ ആണ് നീറിസ്. ഓക്കെ, അടുത്തത് ജോയിന്റഡ് അപ്പൻഡേജസ്. ഓക്കെ, കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്.
ഇത് 2 മാർക്കിനൊക്കെ ചോദ്യമായിട്ട് കാണാറുണ്ട് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജോയിന്റഡ് അപ്പൻഡേജസ്. അപ്പൻഡേജസ് എന്താണ്? ഇങ്ങനെ യോജിച്ച് കിടക്കുന്നു അല്ലെ. കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ, ബോഡിനെ കവർ ചെയ്തിട്ട് കൈറ്റിനുണ്ട്. മാൽപിജിയൻ ട്യൂബ്യൂൾ ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമൽ കിങ്ഡം. യെസ്, കിട്ടിയോ? ആർത്രോപോഡ. ആരാണടാ? ആർത്രോപോഡ. അടുത്തത് ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹമ്പ്, റാഡുല. അതായത് അവരെ ബോഡീനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹെഡ് ഉണ്ട്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹമ്പും ഉണ്ട്. ആൻഡ് ഇവർക്ക് എന്താണ്? ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട് അല്ലെ മൗത്തിൽ. എന്തിനാ? ഫീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. യെസ്, അതാണ് റാഡുല. കിട്ടിയോ? ഷെൽഡ് ഓർഗാനിസംസ് അല്ലേ. ആരാണ്? മൊളുസ്ക. ദേ ആർ ദി ഷെൽഡ് ഓർഗാനിസംസ് അല്ലേ. നമ്മൾ സെഗ്മെന്റഡ് വേംസ് എന്നാണ് അനലിഡേനെ പറയാ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്താണ്? ഷെൽഡ് ഓർഗാനിസംസ് ആണ് മൊലുസ്കേനെ പറയാ. കണ്ടോ, അവരുടെ ഫൈലത്തിന്റെ പേരിൽ തന്നെ ഒരു ക്യാരക്ടർ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെ. പിന്നെ ആർത്രോപോഡ, ശരിക്കും നിങ്ങൾ ആ പേര് നോക്കിക്കുക. ആർത്രോപോഡ, ആർത്രോസ്, പോഡ. ആർത്രോസ് എന്ന് പറഞ്ഞാൽ ജോയിന്റ്സ്, പോഡ അപ്പൻഡേജസ് അല്ലെ. അപ്പൻഡേജസ് അത്രയേ ഉള്ളൂ, സിമ്പിൾ പേരിലുണ്ടല്ലോ പോയിന്റ്. ഓക്കെ, അടുത്തത് സ്പൈനി എക്സോസ്കെലിട്ടൺ, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. അതായത് സ്പൈനി ബോഡിയുടെ ഓർഗാനിസംസ്, മുള്ളു പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇവരുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ വാട്ടർ കനാൽ സിസ്റ്റം, ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ല, വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആരാണത്? എക്കൈനോഡെർമേറ്റ അല്ലേ. എക്കൈനോഡെർമേറ്റ. ഓക്കെ, സ്റ്റോമോകോഡ്, പ്രൊബോസസ് ഗ്ലാൻഡ്. പ്രൊബോസസ് ഗ്ലാൻഡ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ആൻഡ് ഓൾസോ നോട്ടോകോഡ് അല്ല കേട്ടോ, പക്ഷെ നോട്ടോകോഡ് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ളൊരു സ്റ്റോമോകോഡ് ഇവർക്കുണ്ട്. അതാരാണ്? ആദ്യം നമ്മൾ ഇവർ കോഡേറ്റന്റെ ഒരു സബ് ഫൈലം ആക്കിയിട്ടൊക്കെ കണക്കാക്കിയിരുന്നു, പിന്നെയാണ് വേറെ ഫൈലം ആക്കിയത്. ഇതാണ് നമ്മുടെ ആര്? ഹെമികോഡേറ്റ അല്ലടാ. എന്താണ്? ഹെമികോഡേറ്റ. ഓക്കെ, അടുത്തത് കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ, പ്ലാക്കോയിഡ് സ്കെയിൽസ്. അപ്പൊ നമ്മൾ ഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ എവിടേക്ക് വന്നു? കോഡേറ്റയിലേക്ക് വന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കോഡേറ്റയ്ക്ക് നമ്മൾ ഇതുപോലൊരു ഫീച്ചർ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? ഞാൻ ഇങ്ങനെ തരിക നിങ്ങൾക്ക്, നോട്ടോകോഡ് എന്ന് തന്നു. ഈ നോട്ടോകോഡ് എന്ന് കണ്ടാൽ അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഫൈലം കോഡേറ്റയാണ്. ഏതാ ഫൈലം? കോഡേറ്റയാണ് അല്ലെ. അപ്പൊ 14 മാർക്കല്ല, നിങ്ങൾക്ക് ഇപ്പൊ 15 മാർക്ക് കിട്ടി കേട്ടോ. അപ്പൊ നോട്ടോകോഡ് എന്ന് കണ്ടാൽ തന്നെ എന്ത് എഴുതിക്കൊള്ളുക? കോഡേറ്റ എന്ന് എഴുതിക്കൊള്ളുക. അപ്പൊ ഈ കോഡേറ്റയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് കുറെ ക്ലാസിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ഏത് ക്ലാസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടണും പ്ലാക്കോയിഡ് സ്കെയിൽസും, അതായത് ഇവരുടെ എൻഡോസ്കെലിട്ടൺ കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ പിസസിലാണ് വരുന്നത്. പ്ലാക്കോയിഡ് സ്കെയിൽ, സ്കിൻ കവേർഡ് ബൈ പ്ലാക്കോയിഡ് സ്കെയിൽസ്. അപ്പൊ ഏതായിരിക്കും ക്ലാസ്? ഫൈലം കോഡേറ്റയിൽ വരുന്ന ഒരു ക്ലാസ് ആണ്. ഏതാണ് ക്ലാസ്? കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ അല്ലടാ, കോൺട്രിക്ടൈസ്. അപ്പൊ എന്താ വരുന്നത്? കോൺട്രിക്ടൈസ് അല്ലേ. യെസ്, സൂപ്പർ ക്ലാസ് പിസസിൽ വരുന്ന ക്ലാസ് കോൺട്രിക്ടൈസ്. ബോണി എൻഡോസ്കെലിട്ടൺ, സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ്. അതായത് എൻഡോസ്കെലിട്ടൺ ഉണ്ടാക്കിയിട്ടുള്ളത് ബോണിനെ കൊണ്ടാണ്, സ്കിന്നിനെ കവർ ചെയ്തിട്ട് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടിനോയിഡ് സ്കെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാരായിരിക്കും? അതാരാണ്? ഇതുപോലെ പിസസിൽ വരുന്ന ക്ലാസ് ആയ ഓസ്റ്റിക്ടൈസ് അല്ലേ. സീ ഹോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ വരുന്നത് ഏതിലാണ്? ഓസ്റ്റിക്ടൈസ്. ന്യൂമാറ്റിക് ബോൺസ് അല്ലേ, ഹോളോ ബോൺസ് വിത്ത് എയർ കാവിറ്റീസ്. പറക്കണം, വെയിറ്റ് കുറയ്ക്കാനാണ് ന്യൂമാറ്റിക് ബോൺസ്. എയ്വ്സ് അടാ, ബേർഡ്സ്. ഏതാണ് ക്ലാസ്? ബേർഡ്സ്, എയ്വ്സ്. അപ്പൊ മാമറി ഗ്ലാൻഡോ? നമ്മളൊക്കെ മാമൽസ് അല്ലേ, ബിക്കോസ് വി ഹാവ് മാമറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ ഏത് വരും? ക്ലാസ് മാമൽ അല്ലേ, മാമൽസ്, മെമീലിയ. കണ്ടോ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുഴുവനും പഠിച്ച ഒരു ഫീൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതുപോലെ ഇതിൽ ഓരോ ഫീച്ചറും തന്നിട്ട് അത് ഏത് ഫൈലമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. സോ ഈച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇസ് ഇമ്പോർട്ടൻറ്റ്, ഫൈലത്തിന്റെ ആയാലും ക്ലാസിന്റെ ആയാലും. അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ 15 മാർക്ക് നേടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോന്ന് എന്തായാലും ഉണ്ടാവും. ഇതാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്നിട്ട് അവരൊക്കെ ഇതിരുന്ന് പഠിക്കട്ടെ, അവർക്ക് മാർക്ക് കിട്ടട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സജഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഒരു ട്രിക്ക് വീഡിയോ ആയിട്ട് മിസ് ഇനി വരുന്നുണ്ട്. ടിൽ ദെൻ ടാറ്റാ.